നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്ത്യൻ മഹാരാജ്യത്ത് ഓരോ വ്യക്തിക്കും ഏതുതരം വിശ്വാസം സ്വീകരിക്കണമെന്നും ആ വിശ്വാസം എത്ര മൂല്യത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള എല്ലാ തരത്തിലുമുള്ള അധികാരങ്ങളുണ്ട്. ഓരോ മതത്തിലും ഓരോ തരത്തിലുള്ള രീതികൾ, ആചാരങ്ങളൊക്കെ തന്നെ അനുഷ്ഠാനിക്കുന്നുമുണ്ട്. അതൊന്നും തന്നെ മറ്റുള്ളവരൊന്നും എതിർക്കാറോ അതിനെക്കുറിച്ച് മറ്റ് സംസാരങ്ങൾ ഉണ്ടാകാറോ ഇല്ല. കാരണം ഓരോ വ്യക്തിയും സ്വീകരിച്ചിരിക്കുന്ന അവരുടെ വിശ്വാസം അവരുടേതാണ്. അതെപ്പോഴാണോ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നത്, അതെപ്പോഴാണോ രാജ്യത്തിന് വിരുദ്ധമായി ഉപയോഗിക്കുന്നത്, ആ ഘട്ടത്തിലാണ് പലരും അതിൽ ഇടപെടാറുള്ളത്. ഇപ്പോഴിതാ തിരുവനന്തപുരത്ത് വെള്ളറടയിൽ നടന്ന പ്രജിൻ അച്ഛനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രജിന് ഏറ്റവും കൂടുതലും വൈരാഗ്യവും ദേഷ്യവും തോന്നിയത് ഉപദേശങ്ങളോടായിരുന്നു. മാത്രമല്ല, ഒരു ബെന്തക്കോസ്ത് കുടുംബത്തിൽ ബെന്തക്കോസ്ത് വിശ്വാസികളായിരുന്ന അച്ഛന്റെയും അമ്മയുടെയും മകനായിരുന്നു പ്രജിൻ. കുഞ്ഞിനെ മുതലും പ്രജിനും പള്ളിയിൽ പോവുകയും എല്ലാ കാര്യങ്ങളിൽ പങ്കെടുക്കുകയും വിശ്വാസിയായി മാറുകയും ചെയ്തിരുന്ന പ്രജിൻ പിന്നീട് ചൈനയിൽ നിന്നും തിരികെ വന്നപ്പോൾ മുതലാണ് ഈ സ്വഭാവം മാറി തുടങ്ങിയത്. എന്നാൽ പിന്നീട് സിനിമ പഠിക്കണം എന്ന പ്രജിന്റെ മോഹം തങ്ങളുടെ വിശ്വാസത്തിനോടും പ്രാർത്ഥനയോടും എതിരാണ് എന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് തന്റെ നിർബന്ധപ്രകാരം, പ്രജിന്റെ തന്നെ താല്പര്യപ്രകാരവും നിർബന്ധപ്രകാരവും ആ സിനിമാ പഠനത്തിലേക്ക് പോവുകയായിരുന്നു, കൊച്ചിയിലേക്ക്. എന്നാൽ 3 മാസത്തെ കോഴ്സിന് ശേഷം തിരിച്ചു വന്ന പ്രജിൻ അച്ഛന്റെ ഉപദേശത്തോടാണോ എന്നറിയില്ല, തനിക്ക് അതിലും ഒരു ഭാവിയില്ല, തന്റെ വിശ്വാസങ്ങളൊക്കെ തന്നെ ഇങ്ങനെയാണ്, അതുകൊണ്ട് തന്നെ തനിക്ക് അതിലും ഒരു ഭാവിയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാവണം അതും ഉപേക്ഷിച്ച് വന്നത് എന്നാണ് അമ്മയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ഈ അച്ഛൻ മരിക്കുമ്പോഴും ഈ അച്ഛനെ മകൻ വെട്ടിക്കൊല്ലുമ്പോഴും തൊട്ടടുത്ത് നിന്ന് അമ്മ പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തൊട്ടരികിൽ ഈ അച്ഛന്റെ നിലവിളി കേൾക്കുന്നത്. അങ്ങനെ ഞെട്ടി ഉണർന്നാണ് അമ്മ അവിടേക്ക് ഓടിച്ചത്. അങ്ങനെ വിശ്വാസങ്ങളോടുള്ള എതിർപ്പ് പ്രകടമാക്കിയിരിക്കുകയായിരുന്നു എപ്പോഴും ഈ പ്രജൻ ചെയ്തിരുന്നത്. പ്രാർത്ഥനകളോട് ഒന്നും തന്നെ സഹകരിക്കാത്തൊരു മനോഭാവം. ഈ വീട്ടുകാർ പ്രാർത്ഥിക്കുന്ന സമയത്ത് മുകളിൽ ഉച്ചത്തിൽ ഇംഗ്ലീഷ് പാട്ടുകൾ വെക്കുകയും നൃത്തം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രജനെ കാണാമായിരുന്നു. അങ്ങനെ വിശ്വാസത്തോടും അതുപോലെ തന്നെ മൂല്യങ്ങളോടും ഒക്കെ തന്നെ പിന്തിരിഞ്ഞു നിൽക്കുന്ന ഒരു സ്വഭാവമാണ് കണ്ടുവന്നിരുന്നത്. പള്ളിക്കാര്യങ്ങളിലൊക്കെ തന്നെ വിട്ടുനിന്നാൽ, എന്നാൽ അമ്മ പറയുന്ന വാക്കുകൾ, അവൻ വീടിന് പുറത്തിറങ്ങുമ്പോൾ എല്ലാവരോടും വലിയ കാര്യമായിരുന്നു, കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ വലിയ സന്തോഷത്തോടു കൂടിയും വലിയ കാര്യത്തോടു കൂടിയും ഒക്കെയാണ് പെരുമാറിയത് എന്നാണ് അമ്മ പറയുന്നത്. എന്തായാലും അച്ഛനെ വെട്ടുമ്പോൾ അമ്മ പ്രാർത്ഥനയിൽ ഇരിക്കുകയായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന തൊട്ടടുത്ത് നിന്നാണ് ഈ അച്ഛനെ വെട്ടിക്കൊല്ലുന്നത്. അവിടെ കിടന്നുറങ്ങിയിരുന്ന ആ മനുഷ്യനെ ഈ പ്രജൻ വെട്ടിക്കൊന്നത്. എന്നാൽ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അമ്മയും വെട്ടാൻ ശ്രമിക്കുമ്പോൾ അമ്മ ഇറങ്ങി ഓടി പുറത്തുനിന്നും ആരെയെങ്കിലും രക്ഷിക്കാനായി വിളിക്കുകയായിരുന്നു. എന്തായാലും പുറത്തു വരുന്ന വാർത്തകൾ അത് അതീവ ഗൗരവമേറിയതും അതുപോലെ തന്നെ കൊടൂരമായിട്ടുള്ളത് സത്യങ്ങളുമാണ്. എന്തായാലും വിശ്വാസങ്ങളും മൂല്യങ്ങളും ഒക്കെ തന്നെ ഊന്നിപ്പിടിക്കുമ്പോൾ മറുവശത്ത് ഇത്തരം അതിനെ എതിർക്കുന്നവരുടെ എണ്ണവും ഓരോ ദിവസവും കൂടി വരികയാണ്. അത് ചോരയിൽ തീരുന്ന ചോരക്കളിയായി മാറുന്നതും ഒരുപാട് കൂടി വരുന്ന ഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വിശ്വാസങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ അതിനെ വിശ്വസിക്കുന്നവർ ഏറെയാണ്, അതിനെ ബഹുമാനിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് അതിനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളുമുണ്ട്. അതായത് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുണ്ട്. പക്ഷേ അത് അതിര് കടന്ന് സ്വന്തം അച്ഛനാണ്, സ്വന്തം അമ്മയാണ്, സ്വന്തം ചോരയാണ് എന്നുപോലും നോക്കാതെ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്നു. ഏറ്റവും ഒടുവിലായി ബാലരാമപുരത്തും നമ്മൾ കണ്ടതാണ്. സമാധി എന്ന് പറഞ്ഞ പേരിൽ നമ്മൾ പലതരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേട്ടതാണ്. അങ്ങനെ നീളുകയാണ് ഓരോ തരം വിശ്വാസങ്ങളിലൂടെ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും. എന്തായാലും അന്ധവിശ്വാസത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ എങ്ങനെയെല്ലാം കാര്യങ്ങൾ മാറി മറിയുന്നു എന്ന് കൂടിയുള്ള അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. മാത്രമല്ല, പ്രജൻ ഒരു ആത്മീയ കാര്യങ്ങൾക്കപ്പുറത്തേക്ക് എല്ലാം വിട്ട് പോകുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. വേറെ ഏതോ ലോകത്ത് നിന്ന് സംസാരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. എന്തായാലും പുറത്തു വരുന്നത് ഓരോ നിമിഷവും ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ്. പ്രജൻ ഇനി എന്തായാലും ജാമ്യത്തിനെടുക്കുകയോ അല്ലെങ്കിൽ പ്രജന് ജാമ്യത്തിനായി വക്കാലത്ത് പോവുകയോ ഒന്നും തന്നെ ചെയ്യുകയില്ല. പ്രജനെ ജയിലിൽ അടച്ചോളൂ എന്ന് തന്നെയാണ് ആ കുടുംബവും പ്രതികരിക്കുന്നത്.